ഇൻസ്റ്റയിൽ എപ്പോഴും ട്രെൻഡിന് പുറകെയുള്ള ഓട്ടാണല്ലേ. അതിലേക്ക് വന്നൊരു പുതിയ അതിഥിയാണിത്, പ്രഗ്നൻസി ഹാമ്പർ. ഇത് കാണാൻ എന്ത് രസാ. കൂടാതെ ഇതൊക്കെ ആരെങ്കിലും ഗിഫ്റ്റ് തന്ന കൈ കിട്ടുമ്പോഴൊക്കെ വല്ലാത്ത സന്തോഷം തോന്നാം അല്ലേ. പ്രഗ്നൻസിയിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ആ ഒരു ഫാക്ടർ എടുത്താൽ ഇത് ഓക്കെയാണ്. പ്രഗ്നന്റ് ആകുമ്പോൾ സ്ത്രീകൾക്ക് പലതിനോടും ക്രേവിങ്സ് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പണ്ടത്തെ സിനിമയിലൊക്കെ പച്ചമാങ്ങ ചോദിച്ചിട്ടായിരിക്കും ഒരു പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കുന്നത് തന്നെ. അന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചോദിക്കാൻ. ഇന്ന് പിന്നെ ക്രേവിങ്സ് വന്നാൽ കിട്ടാനുള്ള സംഗതികളൊക്കെ ഒരുപാട് കൂടി. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി ഒരു പ്രഗ്നൻസി ഹാമ്പർ ഉണ്ടാക്കുക എന്നത് ഒരു ബിസിനസ് ഐഡിയ ആയി. എന്നാൽ നിങ്ങളല്ലാതെ ഒരു കാര്യം മറന്നു, ഗർഭകാലത്ത് പലതും സ്ത്രീകൾക്ക് കഴിക്കാൻ തോന്നുമെങ്കിലും ഇതൊക്കെ അവർക്ക് കഴിക്കാൻ യോഗ്യമായിട്ടുള്ളതാണോ? അല്ല. ഇന്നത്തെ സ്ത്രീകളുടെ ശരീരവും ലൈഫ് സ്റ്റൈലും അതിന് യോഗ്യമാണോ? അതും അല്ല. ക്രേവിങ്സ് വരുമ്പോൾ ഒരു ഇഷ്ടത്തിന് വല്ലപ്പോഴും കഴിച്ചോളൂ എന്ന് പറയുന്ന വസ്തുക്കളാണ് എല്ലാം കൂട്ടി ഒരു കെട്ടായിട്ട് കൊടുക്കുന്നത് ദിവസവും കഴിക്കാൻ. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒന്നും പ്രഗ്നൻസിയിൽ ഇൻഡിക്കേറ്റഡേ അല്ല. അല്ലെങ്കിലേ വണ്ണം കൂടുതൽ, ഷുഗർ, BP ഒക്കെ കൊണ്ട് ഇന്നത്തെ പ്രഗ്നൻസിയിൽ മിക്കതും ഹൈ റിസ്ക് ആണ്. നമ്മൾ ഇവർക്ക് കറക്റ്റ് ഡയറ്റ് ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ആദ്യം മാറ്റാൻ പറയുന്നത് മധുരം, ആഡഡ് ഷുഗേഴ്സ് ആണ്, മിഠായിയും മറ്റും. അത് മാത്രമല്ല, ഈ നാട്ടിൽ കിട്ടുന്ന നാടൻ മാങ്ങയും അച്ചാറും പോലെയൊന്നും അല്ല പാക്കറ്റിൽ കിട്ടുന്നതൊന്നും. ആഡഡ് പ്രിസർവേറ്റീവ്സ്, ഫ്ലേവേഴ്സ്, ആഡഡ് കളേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഇതൊക്കെ അടങ്ങിയ ഇത്തരം വസ്തുക്കൾ പ്രഗ്നന്റ് ലേഡി കഴിക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നമില്ല. എന്നാൽ പ്രഗ്നൻസിയിൽ പനിക്കുമ്പോൾ ഒരു പാരസെറ്റമോൾ കയ്യിലെടുത്ത 10 പേരോട് ചോദിക്കും കഴിക്കാമോ കഴിക്കാമോ. എന്താ ഇതിനൊക്കെ പറയാ. സന്തോഷമൊക്കെ ആവാം, പക്ഷെ നമ്മുടെ ഹെൽത്ത് പണയം വെച്ചിട്ടാവരുത്. ഒരു സന്തോഷത്തിന് ഹാമ്പേഴ്സ് വാങ്ങുക, എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ ഹാമ്പേഴ്സ് ഒക്കെ തന്ന് ഡെയിലി അതിരുന്ന് കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്നവർ മുഴുവൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതരുത്. അത് അവരുടെ ബിസിനസ്സാണ്. നിങ്ങളുടെ ഹെൽത്ത് നോക്കാൻ ഞങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ മറന്നു, ഡോക്ടേഴ്സ് ആണല്ലോ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും മാറുവാണ്. യുവർ ഹെൽത്ത് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി അല്ലോ. തീരുമാനിക്കും.